ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, അതായത് CCTVയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു CCTV എടുത്തിരിക്കണം. കാരണം പലവർക്കും ഈ ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ആ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നോർമലി CCTV നമുക്കറിയാം DVR വെച്ച് NVR വെച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് ആവും. അപ്പോൾ അത്രയും എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം പലവരും ആ ഒരു CCTV ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാത്തത്. എന്നാൽ പലവർക്കും എന്നല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ തങ്ങളുടെ വീട്ടിലൊരു CCTV വയ്ക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു പോംവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ക്യാമറകളെന്ന് പറഞ്ഞു, അതായത് നമ്മുടെ വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു വൈഫൈ ക്യാമറ ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും ചെയ്യണം. കാരണം ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കൊരു 2000 രൂപ 3000 രൂപ 4000 രൂപയ്ക്കുള്ളിൽ ഒരു അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള വൈഫൈ ക്യാമറകൾ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വൈഫൈ ക്യാമറ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു വൈഫൈയിൽ ഉപയോഗിച്ച്, അതായത് നമ്മൾ എടുക്കുന്ന വൈഫൈ അതിപ്പോൾ ഈവൻ 30 Mbps ആയാലും അതിന് താഴെയുള്ള സ്പീഡാണെങ്കിൽ പോലും വൈഫൈ ക്യാമറ നമ്മളൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്താൽ ആ ഒരു സ്പീഡേ അവിടെ സംഭവിക്കുകയുള്ളൂ, അവിടെ എടുക്കുന്നുള്ളൂ. അതുപോലെ 1 2 3 എത്ര ക്യാമറ വേണമെങ്കിലും, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 ക്യാമറ വരെയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ എന്തായാലും വൈഫൈ ക്യാമറ ഉപയോഗിക്കില്ല. എന്നാലും 1-2 ക്യാമറ വേണ്ടിടത്തൊക്കെ വൈഫൈ ക്യാമറകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ കോസ്റ്റും കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റും കുറവാണ്. പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ, അതായത് ഇപ്പോൾ നമുക്കൊരു വൈഫൈ ക്യാമറ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈഫൈ ക്യാമറകൾ, അതായത് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും നല്ല വൈഫൈ ക്യാമറകളൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാമറകൾ കോൺഫിഗറേഷൻ ചെയ്യാൻ നമ്മുടെ വീഡിയോ തന്നെ, അതായത് ഒരുപാട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ആ വീഡിയോകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. കോൺഫിഗറേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനാവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈഫൈ ക്യാമറയ്ക്ക് ഒരു അഡാപ്റ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ പ്ലഗ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇലക്ട്രിക്കൽ സോക്കറ്റ് വേണം. അപ്പോൾ ആ ഒരു സോക്കറ്റ് വെച്ചിട്ട് നമ്മൾ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈഫൈ ക്യാമറ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാതെടുക്കാതെ തന്നെ മാനുവലിൽ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാമറ കോൺഫിഗറേഷൻ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് പുറമെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ക്യാമറകൾ എന്തൊക്കെയാണ് എന്നതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലോകത്തെ എവിടെ നിന്നും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ ക്യാമറ കാണുകയും ചെയ്യാം. ഈ കണക്ടിവിറ്റി അതിന് വേണ്ടി പ്രത്യേകിച്ച് വയർ വലിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചൊരു എക്സ്പെൻസ്, അതായത് ആ ഒരു ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. അതായത് ആ ഒരു ജസ്റ്റ് ഫിറ്റ് ചെയ്യുക, അതായത് ബോക്സ് വെച്ചിട്ട് ഇപ്പോൾ ഈവൻ നമ്മൾ ടേബിളിലൊന്നും അല്ല നമ്മൾ വാൾ മൗണ്ട് ചെയ്താണ് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ബോക്സ് മേടിച്ച് ആ ബോക്സ് 2 സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്യാമറ വെച്ചാലും മതി. അപ്പോൾ ആ ഒരു ഇൻസ്റ്റലേഷൻ കോസ്റ്റും വളരെ കുറച്ചേ ആവുള്ളൂ. അപ്പോൾ വൈഫൈ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു വൈഫൈ ക്യാമറ ഉപയോഗിക്കണം. വൈഫൈ ക്യാമറ മസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം ഇത്രയും എക്സ്പെൻസീവ് കുറഞ്ഞ ഒരു രീതിയിലാണ് വൈഫൈ ക്യാമറ വരുന്നത്. പിന്നെ വൈഫൈ ക്യാമറയ്ക്ക് വേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞൊരു ഇലക്ട്രിക്കൽ സോക്കറ്റ് വേണ്ടി വരും. അതിന് പുറമെ ഒരു മെമ്മറി കാർഡ് വേണ്ടി വരും. മെമ്മറി കാർഡ് ഇപ്പോൾ 64 GB ആയാലും 128 GB ആയാലൊക്കെ ഓക്കെയാണ്. 64 GB നിങ്ങളുടെ കയ്യിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റോറേജ് കിട്ടും. സിമ്പിളായിട്ട് നമുക്കൊരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 128 ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റോറേജ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് സാധ്യമാക്കാനായിട്ടും ആ ഒരു വൈഫൈ ക്യാമറ വെച്ചിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈഫൈ ക്യാമറ മേടിച്ച് വെക്കുക. എന്തെങ്കിലും കോൺഫിഗറേഷനിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ്റെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും ഇതിൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ വൈഫൈ ക്യാമറകളുടെ പ്രൊഡക്റ്റും എല്ലാം എൻ്റെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വൈഫൈ ക്യാമറ വാങ്ങി ഉപയോഗിക്കുക.